അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 14-ാം അധ്യായത്തിലേക്കാണ് നമ്മുടെ ശ്രദ്ധയെ ഇന്ന് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ഓർപ്പിച്ചതുപോലെ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 13-ാം അധ്യായം ഞാൻ ഒറ്റ വാക്കിലൂടെയൊക്കെ അത് കംപ്ലീറ്റ് ചെയ്യുവാനായിട്ട് ആഗ്രഹിച്ചു. തുടർന്നും ദൈവം നമ്മെ സഹായിക്കട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു അധ്യായമായിരുന്നു. ലാസ്റ്റിൽ ചാപ്റ്റർ 17, 18 നമുക്ക് ഒന്ന് വേഗത്തിൽ ആരെങ്കിലും ഒരാൾ വായിച്ച് സഹായിച്ചാൽ അത് അനുഗ്രഹമായിരിക്കും. അത് ടി വിയിലും പ്രസൻറ്റ് ചെയ്യുവാനായിട്ട് ഓർപ്പിക്കുന്ന ഇംഗ്ലീഷിൽ, മലയാളത്തിൽ ആരെങ്കിലും ഒരാൾ ആ ചാപ്റ്റർ വളരെ വളരെ ഒറ്റ ചാപ്റ്റർ ഈ ഒരൊറ്റ പ്രസംഗം കൊണ്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളത് വായിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടെ വായിപ്പാൻ ഓർപ്പിക്കുന്നു. കാരണം ഒത്തിരി കാര്യങ്ങൾ ചുരുക്കം സമയം കൊണ്ട് പറഞ്ഞു തീർക്കേണ്ടതായിട്ടുള്ളത് കൊണ്ട് ദയവായി ചാപ്റ്റർ 18 ആരംഭത്തിൽ തന്നെ പറയട്ടെ, വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഇല്ലാത്ത ഒരു ചാപ്റ്ററായിട്ട് നമുക്കിത് തോന്നാൻ സാധ്യതയുണ്ട്. Let me begin by saying that in this chapter we will not have anything very much interesting. മറ്റ് ചാപ്റ്ററുകളെ പോലെ ക്ലൈമാക്സിലുള്ള പല കാര്യങ്ങളൊന്നും ഇതിനകത്ത് നമുക്ക് കാണുവാനായി കഴിയുന്നില്ല. And we would not see any interesting climaxes in this chapter. എങ്കിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് ചിലത് നമ്മോട് സംസാരിപ്പാനുണ്ട്. അതുകൊണ്ട് ഈ ചാപ്റ്ററിൽ ദൈവാത്മാവ് എൻ്റെ ഹൃദയത്തിലേക്ക് തന്ന ചിന്തകൾ നിങ്ങളോട് വേഗത്തിൽ ഞാൻ പങ്കുവെക്കുകയാണ്. But I know that the Holy Spirit wants to speak to us from this chapter, and I would like to turn your attention to this chapter. ഇതിനകത്ത് പ്രത്യേകമായ ഒരു സാഹചര്യം എന്ന് പറയുന്നത് അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായി ഒരിക്കലും നടന്നിട്ടില്ലാത്ത, കാലിന് ശക്തിയില്ലാത്ത ഒരു മനുഷ്യൻ അവിടെ ഇരുന്നിരുന്നുവെന്നും പൗലോസ് ശുശ്രൂഷിച്ചു കൊണ്ടിരുന്നപ്പോൾ അവൻ വളരെ ശ്രദ്ധയോടെ പൗലോസിനെ നോക്കിക്കൊണ്ടിരുന്നു. അത് കണ്ട പൗലോസ് അവനെ വളരെ ഉറ്റുനോക്കി കഴിഞ്ഞപ്പോൾ പൗലോസിന് മനസ്സിലായി, ഈ പൗലോസ് നോക്കുന്ന ഈ മനുഷ്യൻ്റെ ഉള്ളിൽ ദൈവത്തിന് ഒരു വലിയ പ്രവൃത്തി ചെയ്യുവാനുണ്ടെന്നും അവന് ആ സൗഖ്യം പ്രാപിക്കാൻ ആഗ്രഹമുണ്ട്, വിശ്വാസമുണ്ട് എന്ന് താൻ മനസ്സിലാക്കിയിട്ട് പ്രസംഗിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ആ മനുഷ്യനോട് വിളിച്ചു പറഞ്ഞു, നീ എഴുന്നേറ്റ് കാലൂന്നി നിവർന്ന് നിൽക്ക എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. അവൻ അങ്ങനെ സംഭവിപ്പാൻ കുതിച്ചെഴുന്നേറ്റ് നടപ്പാനിടയായി. In this chapter, in verses 8, we see a man who was crippled from his mother's womb, and we see that as Paul is speaking, he sees this man and he sees how intently he is listening to this, and that he has a desire. He understands that he has a desire to be healed, and because of that, he tells him to stand up and walk straight on your feet. നമ്മെ വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് നമ്മെ നിർത്തിയിരിക്കുന്ന ദൈവത്തിന് ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. I thank the Lord who has called us for his ministry, and I thank him for sustaining us this far. നമ്മെ വിളിച്ചിറക്കി കൊണ്ടുവന്ന കർത്താവ് ഇന്നും നമ്മോട് കൂടെ ഉള്ളതിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുക. And I thank the Lord who has brought us out and who is with us even today. നമ്മെ വിളിച്ചിരിക്കുന്ന കർത്താവ് നമ്മെ നിർത്തിയിരിക്കുന്നത് വളരെ ധൈര്യത്തോടെ നിൽക്കാനാണ്. സ്വർഗ്ഗത്തിലെ ദൈവം നമ്മെക്കുറിച്ച് And the Lord who has brought us thus far, he wants us to stand with confidence. ധൈര്യത്തോടെ ശുശ്രൂഷിക്കുക, സംസാരിക്കുക എന്നുള്ളത് കർത്താവിൻ്റെ വലിയൊരു വാഗ്ദത്തമാണ്. And it is the promise of God that he will enable us to minister and to speak with confidence. തിരുവചനം വായിച്ചപ്പോൾ നമുക്കിങ്ങനെ മനസ്സിലായി, അപ്പോസ്തലനായ പൗലോസും ബർന്നബാസും ഇപ്പോൾ അന്ത്യോക്യയിൽ നിന്ന് യാത്ര തിരിച്ച് പലയിടങ്ങളിലേക്ക് കടന്നു പോകുന്ന പല സ്ഥലങ്ങളുടെ പേരുകൾ നമുക്ക് കേൾപ്പാനായിട്ടിടയായി. And in this chapter we see that Paul and Barnabas, as they journey, they move from Antioch and they go to different other cities in this chapter. നമുക്കറിയാം അതിൻ്റെ പ്രാരംഭമായ മുമ്പുള്ള ചാപ്റ്റേഴ്സിൽ നമുക്കറിയാം കർത്താവ് അവരെ പ്രാർത്ഥിച്ച് നിയോഗിച്ച് സഭ തല കയ്യിൽ വെച്ച് പ്രാർത്ഥിച്ച് അവരെ അയച്ച ഒരു കൂട്ടം ദൈവദാസന്മാരാണ്. And we see that this group of people who are being sent by God, we studied that in the previous chapter, that they were ordained by God and the Holy Spirit prompted them to go for this ministry. ഏറ്റവും പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ പരിശുദ്ധാത്മാവാണ് അവരെ അയച്ചതെന്നും കൂടെ നമ്മൾ വളരെ വ്യക്തമായി പഠിക്കുവാനായിട്ട്. And the peculiarity of this calling is that it is the Holy Spirit that prompted them to go for this ministry. എന്നാൽ അവർക്ക് കൊടുത്തിരിക്കുന്ന മിനിസ്ട്രി മിഷൻ പാക്കേജിനകത്ത് അവരും നാമും ഒന്നും ഇഷ്ടപ്പെടാത്ത ഒരു ഭാഗം
ഭാഗമാണ് ഈ എതിർപ്പുകൾ എന്ന് പറയുന്നത്. And in this ministry that they are called for, you and I, there is one thing that we do not like about this ministry, and that is the opposition that they have to ഏറ്റവും face. കൂടുതൽ ആഗ്രഹം എന്ന് പറയുന്നത് നമ്മളെ പ്രശംസിക്കുന്ന രീതിയിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ കിട്ടുക We എന്നുള്ളത്. always desire to receive appreciation when we do our ministry. വെല്ലുവിളി എന്ന് പറയുന്നത് നമുക്ക് വളരെ ബുദ്ധിമുട്ടുള്ള And കാര്യമാണ്. to receive opposition is something that we do not desire. ഈ ചലഞ്ചസിന്റെ മുമ്പിൽ നമുക്ക് എങ്ങനെ നിൽക്കാൻ കഴിയുമെന്നുള്ളതും നമ്മെ ബാധിക്കുന്ന ചിന്തിപ്പിക്കുന്ന വലിയൊരു And പ്രശ്നമാണ്. it also affects us how we can stand during these challenges. ആമേൻ. ഈ 14-ാം അധ്യായം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നത് ആമേൻ നമ്മുടെ മിനിസ്ട്രിക്കകത്ത് നമ്മൾ ആഗ്രഹിക്കുന്നതും നമ്മൾ ആഗ്രഹിക്കാത്തതും നമ്മൾ ചിന്തിക്കാത്തതുമായ പ്രതികൂലങ്ങൾ കടന്നു വരും. അത് മിഷനറി ആ പാക്കേജിനകത്ത് സ്വർഗത്തിലെ ദൈവം വെച്ചിരിക്കുന്നത്. Chapter 14 teaches us that in the ministry package that God has called us for, there will be oppositions that we have to face, and that is a part of it. ദൈവം നമ്മെ ഒരു ദൗത്യത്തിനായ ഒരു മിഷന് വേണ്ടി നമ്മെ വിളിച്ച് വേർതിരിച്ച് ഇറക്കിക്കൊണ്ടുവരുമ്പോൾ ആമേൻ നമുക്കറിയാം നമ്മൾ ആമേൻ പഠിച്ചതും അറിഞ്ഞതും ആമേൻ നമ്മൾ പ്രാർത്ഥിച്ച് പ്രാപിച്ചതുമായ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ മനസ്സിൽ ചിന്തയിൽ ഇതൊക്കെ ചെയ്യണമെന്നുള്ള വലിയ ആഹ്വാനത്തോടെ ആഗ്രഹത്തോടെ സമർപ്പണത്തോടെ നാം പുറപ്പെട്ടു പോകുമ്പോഴും നമ്മൾ ആമേൻ കാണാത്തതും കേൾക്കാത്തതും അനുഭവിച്ചിട്ടില്ലാത്തതുമായ ഒത്തിരി പ്രതികൂലം നമ്മുടെ മുമ്പിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നും കൂടെ നാം ഓർത്തുകൊള്ളണം. When the Lord calls us for a ministry, there are certain things that we know about the ministry and we know and we are ready to do, but there is also another side to it, that there will be oppositions that we have to face, and we should be ready for that as കഴിഞ്ഞ well. ചില ആഴ്ചകൾക്ക് മുമ്പ് ചില ദൈവദാസന്മാരുമായി ഈ ആമേൻ വൈറ്റ് ആയിട്ടുള്ള പാസ്റ്റേഴ്സുമായി സംസാരിച്ചപ്പോൾ അവർ ഇങ്ങനെയാണ് പറയുവാനായിട്ട് ഇടയായി തീർന്നത്. പണ്ട് മിഷണറിമാരായി പലയിടങ്ങളിൽ പല രാജ്യങ്ങളിലേക്ക് പലരെ അയച്ചു കഴിയുമ്പോൾ അവർക്കൊരു സർട്ടൻ ഏജ് കഴിയുമ്പോൾ അവരെ മിഷൻ ഫീൽഡിൽ നിന്ന് തിരിച്ചു വിളിക്കുന്ന ഒരു പദവിയുണ്ട് എന്ന്. And I spoke to certain ministers of Christ, and they mentioned about people going to mission fields to do the ministry, and when they reach a certain age, they are called back from that ministry. കാരണം അവർക്ക് അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക, നല്ലൊരു എമൗണ്ട് അവർക്ക് അയച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇത്ര ഒരു 60 വയസ്സ് 65 വയസ്സ് കഴിയുമ്പോൾ അവരോട് പറയുന്നു, നിങ്ങൾ മടങ്ങി വരൂ, നിങ്ങളുടെ ഫീൽഡിൽ നിന്ന് മടങ്ങി വരാൻ. And even though they receive the financial support from them, we see that after some time they are called from the ministry that they called for. ആമേൻ. തിരിച്ചു വിളിക്കുമ്പോൾ ആ കഴിഞ്ഞ 30 വർഷം 40 വർഷം ഒക്കെ ഒരേ സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു ദേശത്ത് പ്രവർത്തിച്ച മിഷണറിമാർക്ക് മടങ്ങി വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. And the people who have been doing this ministry for 30-40 years, when they are called back, it is very difficult for them to come back. അവർ ആ ദേശത്തുമായി ഇഴുകിച്ചേർന്ന് അവിടുത്തെ ലോക്കൽ ആൾക്കാരുമായി സംസാരിച്ച് അവരുടെ ഭാഷ പഠിച്ച് വളരെ കഷ്ടപ്പെട്ട് ആമേൻ അവരുടെ ഭക്ഷണം കഴിച്ച് അവരുടെ ആറ്റ്മോസ്ഫിയറിൽ ജീവിച്ച് വന്ന ഈ മിഷണറിമാർക്ക് ആമേൻ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആഗ്രഹം അവർക്ക് മരിക്കേണ്ടതും ആ മിഷൻ ഫീൽഡിൽ കിടന്നു തന്നെ. And when we consider from these missionaries who go there, they gel with the character and the society and the environment there, and they would like to continue their lives there till the end of their life, and they do not want to come back. അതുകൊണ്ട് ഈ ഓർഗനൈസേഷൻസ് എല്ലാം മടക്കി വിളിക്കുമ്പോൾ അവർക്ക് വലിയ ഭാരമാണ്. And when these organizations call them, because of this, they do not want to leave. ചിലർ പറഞ്ഞു, ഞാൻ ചില ദൈവദാസന്മാർ ഇങ്ങനെ പറയുവാനിടയായി, അങ്ങനെ തിരിച്ചു വിളിച്ചാൽ പോലും അവർക്ക് ഒരു സപ്പോർട്ട് ഇല്ലെങ്കിലും ഞങ്ങൾ ഇവിടെ കിടന്ന് പട്ടിണിയോടെ മരിച്ചോളാം എന്ന് പറഞ്ഞ് വാർദ്ധക്യത്തിലായിരിക്കുന്ന അനേകർ ആ രാജ്യങ്ങളിൽ തന്നെ ആമേൻ കണ്ടിന്യൂ ചെയ്തു എന്ന് അവർ പറയുവാനിടയായി. And there are certain old missionaries who say that they will continue in their ministry in that same land even if they don't receive any financial support, because they want to continue their mission അത് there. വിളിച്ചറിയിക്കുന്ന ഒരു സത്യമുണ്ടായിരുന്നു. And there is a truth that proclaims. ഭാരമേറിയ ജീവിത സാഹചര്യങ്ങളെ ഒക്കെ അവഗണിച്ച് ആ രാജ്യത്തിന്റെ കഷ്ടതകളും പ്രയാസങ്ങളും അനുഭവിച്ച ലോക്കലിൽ നിന്നുള്ള എതിർപ്പുകളും ആക്രമണങ്ങളും ഒക്കെ അനുഭവിച്ചിട്ടും അവർ മടങ്ങി വരാതിരിക്കുന്നതിൻ്റെയും അവരവിടെ തന്നെ നിൽക്കുന്നതിൻ്റെയും കാരണം എന്തെന്നറിയാമോ? കർത്താവിൻ്റെ വേലയ്ക്ക് റിട്ടയർമെന്റ് ഇല്ല എന്ന് അവർ ദൈവസന്നിധി വിളിച്ചു പറയുകയായിരുന്നു. And the truth that proclaims here is that they understand that the mission of God or the ministry that they do for God, and that does not have a retirement phase. എന്തുകൊണ്ടാണ് അവർക്ക് ആ ധൈര്യം ഉണ്ടായത്? And how is that they receive that confidence? എന്തുകൊണ്ടാണ് അവർക്ക് അങ്ങനെ തന്നെ പ്രസംഗിക്ക് ആമേൻ അങ്ങനെ തന്നെ മരിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടായത്? And from where did they get that desire to stay there and to continue their ministry in the same ഒരൊറ്റ manner? കാരണമേ ഉള്ളൂ. And there is only one reason for it. അവരെക്കാൾ വലിയവനായ ഒരുവനാണ് എന്നെ വിളിച്ച് ഇതിനായി അയച്ചതെന്നുള്ള തിരിച്ചറിവ് അവർക്കുണ്ടായത്
അതുകൊണ്ടാണ്. Because they have the realization of the one who has called them, and that they know that he is much bigger than any of them. ഇന്ന് പകൽ ദൈവസന്നിധിയിലിരിക്കുന്ന ദൈവമക്കളെ, The children of God who are present here today, ഏതോ ഒരു പ്രതികൂലം കണ്ടുകൊണ്ടും പ്രശ്നങ്ങൾ കണ്ടുകൊണ്ടും കഷ്ടതകൾ കണ്ടുകൊണ്ടും ഇട്ടിട്ട് പോകാനുള്ള ഒരു ഫീൽഡ് അല്ല ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ഈ ഫീൽഡ് എന്ന് പറയുന്നത്. ഇതിന് റിട്ടയർമെന്റ് ഇല്ല, ഇതിന് സപ്പോർട്ട് തീർന്നാലും അവിടെ നിൽക്കേണ്ട ചുമതല ആ ദൈവദാസന്മാർക്കുണ്ട്. മരണം വരെയും കർത്താവിന്റെ വേല ചെയ്യുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം വിളിച്ചിരിക്കുകയാണ്. and even if we face trials and tribulations while we do the ministry, we understand that these ministers, they stand for God because they know that there is no retirement for this work of അതിന്റെ God. തെളിവാണ് അപ്പോസ്തലനായ പൗലോസും ബർന്നബാസും. And we see that Paul and Barnabas are examples of this അവരോരോ ministry. സ്ഥലങ്ങളിലേക്ക് മിഷണറി യാത്രയായി നടന്നു പോവുകയാണ്. And we see that they journey through their life to do the ministry of God in different അവർക്കൊരൊറ്റ cities. ആഗ്രഹമേ ഉള്ളൂ, യേശു ക്രിസ്തുവിന്റെ സുവിശേഷം അറിയപ്പെടാത്ത ജനത്തിന്റെ നടുവിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരേ ഒരു ദൗത്യം. And we understand that there is one desire that they have, and the only desire that they have is that this word of God should be proclaimed to all the lands and all the people who do അവരുടെ not know this. ഏറ്റവും വലിയ ധൈര്യം എന്ന് പറയുന്നത് ദൈവം അതിനായി ഞങ്ങളെ നിയോഗിച്ച് ആക്കിയിരിക്കുന്നു എന്നുള്ള പൂർണ്ണ ബോധ്യമായിരുന്നു. And the strength and the confidence they have for this mission is that it is the Lord himself who ordained them for this ministry. എതിർപ്പുകൾ വരുമ്പോഴും പ്രതികൂലങ്ങൾ വരുമ്പോഴും ആമേൻ ആമേൻ ജീവിതത്തിന്റെ ആമേൻ നിലവാരങ്ങൾ ശാരീരികമായിട്ടുള്ളത് തളരുമ്പോഴും ആമേൻ അവർക്കൊന്നറിയാം, അവരെ വിളിച്ച ദൈവം ഞങ്ങളെ ഇവിടെ വരെ കൊണ്ടുവരുവാൻ ഇടയായെങ്കിൽ ആ ദൈവം വലിയവനാണ്, അവൻ വിശ്വസ്തനാണ്, അവൻ അന്ത്യം വരെ ഞങ്ങളെ കാക്കുവാൻ ശക്തനായ And ദൈവം. one thing that keeps them moving is that when they face trials and oppositions, they know that the Lord who has called them is faithful and that he will sustain them through this journey. Praise the Lord. Amen. യേശുവിന്റെ ശിഷ്യന്മാരിൽ ഒരുവൻ ഒഴിച്ച് ബാക്കി എല്ലാവരും രക്തസാക്ഷികളായി മാറി. We know that there is only one person who did not become a martyr among Jesus' disciples. യേശുവിൻ്റെ കൂടെ ഇറങ്ങി തിരിച്ച ശിഷ്യന്മാർക്ക് കൊടുക്കേണ്ട ഏറ്റവും നല്ല പ്രിവിലേജ് രക്തസാക്ഷിത്വ മരണമായിരുന്നു. And do you think that martyrdom was something that all these disciples had actually, they were worth it, or whether that was the result that they needed? ഒരിക്കലും നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. We do not think that. പക്ഷെ കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ച ദൈവപൈതലിൻ്റെ ഏറ്റവും വലിയ പ്രിവിലേജ് അവന് വേണ്ടി മരിക്കാനിടയായി എന്നുള്ളതാണ്. And for those people who got into this ministry, the greatest privilege that they received is to die for Christ. എതിർപ്പുകളൊന്നും കർത്താവിന്റെ വേലയ്ക്ക് തടസ്സമല്ല. And these oppositions that comes that will not keep us away to do the ആമേൻ. ministry ഇനി of ഇവിടെ God. വരരുത്, ഇവിടെ കയറരുതെന്ന് അതുകൊണ്ട് തീരുന്നതല്ല സുവിശേഷത്തിന്റെ വേല. And when someone says that you cannot enter this, that does not mean that from there on you cannot share the ministry. തോക്കുകളുടെയും വെടിയുണ്ടയുടെയും മുമ്പിൽ ആമേൻ ആമേൻ ധൈര്യത്തോടെ ഭയപ്പെട്ട് തീരുന്നതല്ല തിരുവചനത്തിന്റെ ആമേൻ ദൗത്യം എന്ന് പറയുന്നത്. And when you see gun and gunshots, that's not where you end the ministry. കാരണം എന്തെന്നറിയാമോ? And do you know the reason for ഈ it? തിരുവചനം പോകുന്നിടത്തെല്ലാം പ്രശ്നങ്ങളുണ്ട്. Because wherever this gospel goes, all those places we see, there will be problems. പക്ഷേ ഒരു തുള്ളി രക്തം വീണിട്ടുണ്ടെങ്കിൽ അത് ആയിരങ്ങൾ കർത്താവിന് വേണ്ടി നിൽപ്പാനുള്ള ആമേൻ ചരിത്രമായി അത് മാറുകയാണ്. And even if there is one drop of blood that was shed, that becomes a history for many people to be earned for Christ. രണ്ട്, അവരെ ദൗത്യം നയിപ്പാൻ അവർക്ക് പ്രേരണ നൽകിയത് ഒന്ന്, അവരെക്കാൾ അവരെ വിളിച്ചവരെക്കാൾ അവരെ ഇറക്കിയവരെക്കാൾ അവരെ പ്രാർത്ഥിച്ചവരെക്കാൾ വലിയവനാണ് അവരെ അയച്ച ദൈവം എന്നുള്ള ദൗത്യത്തിന്റെ വിശ്വാസം. And so the first reason for them to remain in this ministry is because they know the one who called them for this ministry. രണ്ട്, അവർക്കുള്ള ഏറ്റവും വലിയ ആശ്രയം എന്ന് പറയുന്നത് ആമേൻ ദൈവത്തിൽ ആശ്രയിക്കാനും ദൈവം പ്രവർത്തിക്കാൻ പോകുന്നത് കാണാം എന്നുള്ള വലിയ ഒരു വാഞ്ചയും അവർക്കുണ്ടായി. And next is that they had an urge or a zeal to know that the Lord will work for them, and they wanted to see the work of Lord in their life. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന അപ്പോസ്തലനായ പൗലോസും ബർന്നബാസും വളരെ ധൈര്യത്തോടെ സംസാരിക്കുകയാണ്. And here we see that Paul and Barnabas, they speak with great confidence. ചിലപ്പോൾ അവർ പറയുന്ന സത്യം അക്സെപ്റ്റ് ചെയ്യുവാൻ അവിടെ ഒരു കൂട്ടർ തയ്യാറായി
തയ്യാറാകാത്തവർ അവിടെയുണ്ട്. There is a group of people who are not ready to accept this truth that is being proclaimed by these men. പക്ഷെ അവർക്കൊരു കാര്യം വളരെ വ്യക്തമായി പറയേണ്ടതുണ്ട്. ഈ സത്യം ഞങ്ങളുടേതല്ല, ഇത് ദൈവം തന്ന സത്യമാണെങ്കിൽ ഇത് സത്യമായി വിളിച്ചു പറയുവാൻ ഞങ്ങൾ But ആഗ്രഹിക്കുകയാണ്. one thing that they tell them is that this truth that we proclaim is not ours and it belongs to God, and because of that it will remain forever. കാരണം അവരെ ബലപ്പെടുത്തിയത്, അവരെ ശക്തനാക്കുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. ആത്മാവിന്റെ ശക്തി അവരോട് കൂടെയുണ്ട്. അവർ ധൈര്യത്തോടെ മുന്നേറുകയാണ്. And because it is the strength of the Holy Spirit that led them thus far, and because of that they can say this with confidence. ആദ്യത്തെ 6 വാക്യങ്ങൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അവർ വളരെ കാലം അവിടെ താമസിച്ച് ദൈവകൃപയുടെ സന്ദേശത്തിന് സാക്ഷ്യം വഹിച്ച് കർത്താവിന് വേണ്ടി ധൈര്യത്തോടെ തിരുവചനം സംസാരിപ്പാനായിട്ടിടയായി. Acts chapter 14 verses 1 to 6, we see how long they stay there and they minister the word of God and they see souls earn for him. അവർക്ക് മനസ്സിലായി അവരല്ല സംസാരിക്കുന്നവരിലൂടെ ദൈവം സംസാരിക്കുകയാണ്. They understood that it is not them but it is the word of God that is being proclaimed through them. അവർ തിരിച്ചറിഞ്ഞു നമ്മൾ ദൈവത്തിന്റെ വക്താക്കൾ മാത്രമാണ്. And now they understand that they are stewards of Christ. അവർ തിരിച്ചറിഞ്ഞു നമ്മൾ ആ ദൈവത്തിന്റെ കൈകളിലാണ്. And now they understand that they are in the palm of God. അവർ തിരിച്ചറിഞ്ഞു നമ്മുടെ കാലുകൾ അവന്റെ കാലുകളാണ്. And now they understand that their feet is the Lord's feet. അവർ തിരിച്ചറിഞ്ഞു നമ്മുടെ നാവുകൾ അവന്റെ നാവാണ്, അതുകൊണ്ട് സത്യം മാത്രമേ സംസാരിപ്പാൻ കഴിയത്തുള്ളൂ And എന്ന്. now they realize that their tongue is the Lord's tongue, and because of that they can proclaim only the truth. ദൈവത്തിന്റെ ശക്തി അവരുടെ മേൽ ഉണ്ടായിരുന്നത് കൊണ്ട് അവർ ശക്തരായി ധൈര്യത്തോടെ ദൈവവചനം ശുശ്രൂഷിപ്പാനിടയായി. Because the strength of God was in them, they were able to minister the word of God with strength and confidence. ഒരു വലിയ കൂട്ടം അവിശ്വസിക്കുമ്പോഴും അവർ വിശ്വാസത്തിൽ നിലനിന്ന് ദൈവവചനം ശുശ്രൂഷിപ്പാനിടയായി. Even when there was a great number of people who disbelieved this word of God, they were able to stand for this ഇന്ന് പകൽ word. ദൈവസന്നിധിയിലിരിക്കുന്ന ദൈവമക്കളെ, To the children of God who are present here ചില today, ഭീഷണികൾ നേരിടുമ്പോൾ when you അതിന്റെ നടുവിൽ വളരെ ബോധ്യം നമുക്കുണ്ടാകണം, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നമ്മൾ ധൈര്യം പ്രാപിക്കുമെന്ന്. And when you see your positions in front of you, you have to understand the fact that we will receive the strength from Holy Spirit. 3, സത്യത്തിന്റെ സ്വീകാര്യത ലഭിക്കാതെ വരുമ്പോൾ, സത്യം അക്സെപ്റ്റ് ചെയ്യാതെ വരുമ്പോൾ അതിനുവേണ്ടി നിലകൊള്ളാൻ തയ്യാറാകണം. And the third point is that when there is no acceptance to this truth, you still have to remain confident with this truth. സത്യത്തിൽ അതാണ് ഈ രണ്ടാമത്തെ വാക്യം നമ്മെ വിളിച്ചറിയിക്കുന്നത്. And that is what the second verse teaches us. വിശ്വസിക്കാത്ത യഹൂദന്മാരോ ജാതികളുടെ മനസ്സ് സഹോദരന്മാരുടെ നേരെ ഇളക്കി വഷളാക്കി കളഞ്ഞു. And we see that the unbelieving Jews stirred up the Gentiles and poisoned their minds against the brothers. ആമേൻ. ഇതിനെക്കുറിച്ച് ചില നിരീക്ഷണങ്ങൾ നടത്താൻ പറയുവാൻ ആഗ്രഹമുണ്ടെങ്കിലും എൻ്റെ മുമ്പിൽ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ആ ഭാഗം വിടുകയാണ്. ഒന്ന്, ആവശ്യക്കാരിലേക്ക് ദൈവവചനം, ദൈവസ്നേഹത്തെ എക്സ്റ്റെൻഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു അവരുടെ ദൗത്യം എന്ന് പറയുന്നത്. We understand that their first mission was to extend the love of God to the people in need. എതിർക്കുന്ന ആളുകൾ ഒത്തിരി ഉണ്ടെങ്കിലും അവരെ അത്രയ്ക്ക് ഗൗനിക്കാതെ ആർക്കൊക്കെ ദൈവസ്നേഹം വേണോ അവരിലേക്ക് ഇത് പകർന്നു കൊടുക്കുക. They did not give much heed to the people who were opposing them. Rather, they wanted to go out to the people who are in need of God's love. ഇന്ന് പകൽ ദൈവസന്നിധിയിലിരിക്കുന്ന ദൈവമക്കളെ, കർത്താവായ യേശുക്രിസ്തുവിന്റെ കാൽവറി രക്തത്തിന്റെ ഏറ്റവും മഹനീയമായ ആഗ്രഹം എന്ന് പറയുന്നത് ദൈവസ്നേഹം എല്ലാവരിലേക്ക് എത്തിക്കുക To എന്നുള്ളതാണ്. children who are present here, let me remind you that the blood of Christ and the greatest desire of the blood of Christ is that this love should be shed to everyone around us. കർത്താവിന്റെ വചനത്തിനകത്ത് ദൈവസ്നേഹത്തിന്റെ പ്രകടനമുണ്ട്. And we see that in the word of God there is an assurance of the love of God. ആമേൻ. കർത്താവിന്റെ വചനത്തിന്റെ സ്നേഹം മറ്റുള്ളവരിലേക്ക് പകരുമ്പോൾ ചിലപ്പോൾ അത് ശാരീരികമായി പോലും മറ്റുള്ളവർക്ക് അതൊരു വിടുതലായി മാറുവാനായിട്ടിടയായി And തീരും. when we share this love of God to people, it might also be a healing to people who are in need. ആമേൻ. പലപ്പോഴും നമ്മൾ ചിന്തിച്ച് തോന്നും, നമുക്ക് അങ്ങനെ ഒരു നമ്മുടെ മൈൻഡിൽ ഒരു ചിന്ത വരാൻ സാധ്യതയുണ്ട്, ഞാൻ ഈ ചെയ്യുന്നവരൊക്കെ അർത്ഥവത്തായി മാറുമോ, ഇതിൻ്റെ ഒരു മറുപടി കിട്ടുമോ, ഇതിൻ്റെ ഒരു വിടുതൽ കാണാൻ പറ്റുമോ എന്നൊക്കെ ചിന്തിക്കേണ്ട സാഹചര്യങ്ങൾ വന്നാലും അതിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ ഇടയായി തീരുമെന്നുള്ളൊരു വിശ്വാസം അവർക്കുണ്ട്. Sometimes we might think that whether the things that we are doing, is it worth, or whether we have to continue doing it, but we see these group of people, they have the confidence that the Lord is with them and the work that they are doing will sustain. ഒന്ന്, പ്രതികൂലത്തിന്റെ നടുവിലും ദൈവസ്നേഹം എല്ലാവരിലേക്ക് എത്തിക്കാൻ അവർ ശ്രമിച്ചു.
And first is that even during this much of opposition, they wanted to share the love of God to everyone around them. രണ്ട്, ഈ ആശയക്കുഴപ്പമുണ്ടാക്കിയ അവരുടെ ഇടയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയവരിലേക്കും ദൈവസ്നേഹത്തെ പ്രകടിപ്പിക്കാൻ അവർ ആഗ്രഹിച്ചു. And second is that they wanted to reach out to the people who did not believe it, and they were trying to stir up the other people. Even to them they wanted to give this God's love. ആ ദൈവസ്നേഹം അവരോട് പ്രകടിപ്പിക്കാൻ തയ്യാറായാൽ അവർ സത്യത്തിൽ നിലനിൽപ്പാനിടയായി. And if they try to express this God's love to these people, even they will try to stand for the truth. പൗലോസിനും ബർന്നബാസിനും അറിയാൻ നമ്മൾ ഇവിടം കൊണ്ട് തീരാനുള്ള മിനിസ്ട്രിക്കല്ല ദൈവം വിളിച്ചിരിക്കുന്ന ഭൂമിയുടെ അറ്റത്തോളം പോയി അവന്റെ സാക്ഷികളാകാനുള്ള വലിയൊരു ശുശ്രൂഷ അവരെ ഏൽപ്പിച്ചിട്ടുണ്ട്. Paul and Barnabas knows that this is not going to be the end of their ministry. They know that they have to go to the end of the world and proclaim this word of അവരുടെ God. സെൻട്രായ യെരൂശലേമിൽ നിന്ന് അവർ അകന്നകന്ന് പോകുമ്പോഴും അവർക്കറിയാം അവർ റോമിന്റെ അറ്റം വരെ ചെന്നെത്തി ദൈവത്തിന്റെ വചനം പ്രസ്താവിപ്പാൻ ദൈവമായവൻ അവരെ ആക്കി വെച്ചിരിക്കുന്നവരാണ്. And as they distance from Jerusalem, they have a confidence that they will go to the end of Rome and proclaim this good news to everyone around. ആമേൻ. ഇന്ന് പകൽ ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ദൈവമക്കളെ, ഒരു പ്രതികൂലത്തിന് ഒരു സ്റ്റേജിൽ നിന്നെ കൊണ്ട് തകർത്ത് ഒതുക്കി കളയാൻ കഴിയത്തില്ല. ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന വചനവുമായി അത് എത്തേണ്ടടുത്ത് വരെ കൊണ്ടെത്തിപ്പാൻ സ്വർഗ്ഗം നമ്മെ സഹായിപ്പാൻ. And we have to remember that even if we have a trial or tribulation in our life, that will not end us, because God wants us to continue the ministry and He will make us do it. ഇനി ഞാൻ വായിച്ച അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ 8-ാം വാക്യം മുതലുള്ള ആ അനുഭവത്തിലേക്ക് ഞാൻ വരാൻ താല്പര്യപ്പെടുകയാണ്. Now let me turn your attention to verses 8 onwards. എന്താണ് അവിടെ സംഭവിച്ചത് വാസ്തവമായി? What happened here? ആമേൻ. ഒരു മനുഷ്യൻ ദൈവവചനം കേൾക്കാൻ വന്നിരിക്കുകയാണ്. There is a man who wants to hear the word of അവനെ God. കുറിച്ച് പറയുന്നത് അവൻ അമ്മയുടെ ഗർഭം മുതൽ തന്നെ മുടന്തനായി ഒരിക്കലും നടന്നിട്ടില്ലാത്ത ഒരു മനുഷ്യനാണ്. And it is described about him that he has never walked and he was crippled from his mother's womb. അതിന്റെ അർത്ഥം അവിടെ എഴുതി വെച്ചിരിക്കുന്നത് നമ്മൾ വായിച്ചാൽ ചില മുടന്തന്മാർക്ക് അല്പം നടക്കാൻ പറ്റും, എന്നാൽ ഈ മുടന്തനെ സംബന്ധിച്ചിടത്തോളം അവൻ ഒരിക്കൽ പോലും നടന്നിട്ടില്ല. And the peculiarity of this crippled man is that he has never walked before. ആമേൻ. അവൻ അതിനുള്ള ശക്തിയില്ലാത്ത മനുഷ്യനാണ്. So this man does not have the strength to walk. അവനെ കുറിച്ച് പറയുന്നത് അവൻ ജീവിതത്തിൽ നടന്നിട്ടില്ലെന്ന് മാത്രമല്ല, അവന്റെ പ്രതീക്ഷകൾ മുഴുവൻ കൈവിട്ടവനായി അവൻ ഈ മീറ്റിംഗിൽ സംബന്ധിക്കുകയാണ്. And not only that, he has never walked before, also there is another fact that he does not have any hope. ഇന്ന് ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവമക്കളോട് വിളിച്ച് ഞാൻ പറയട്ടെ, To the children of God, let me remind you this. ചില ജീവിതത്തിന്റെ പ്രതികൂല സാഹചര്യങ്ങളിൽ ഇനി ഒന്നും നടക്കത്തില്ലെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിലും, ആമേൻ, അതിന് മറുപടിയില്ലെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിലും, എന്റെ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ തന്നെ ഞാൻ പോകുമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിലും, ഇന്ന് പകൽക്കാലം ഈ വചനഭാഗത്തു നിന്നുകൊണ്ട് വിളിച്ചു പറയാൻ ഒരു സത്യം പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, ദൈവം നിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ നിനക്ക് വേണ്ടി ഒരു അപ്രോപ്രിയേറ്റ് ടൈം സ്വർഗ്ഗത്തിൽ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. The children of God who are present here, if you feel that you do not have any shadow of hope in front of you, let me remind you that the Lord has kept a perfect way for you. ജീവിതത്തിന്റെ ഏത് മുടന്തായാലും അത് ഇതുവരെ നടന്നിട്ട് ആമേൻ നീ അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല, ആമേൻ അതിന് വിടുതൽ പ്രാപിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് നീ വിചാരിക്കുന്നുണ്ടെങ്കിലും, ഇന്ന് പകൽക്കാലം ദൈവാത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, സ്വർഗ്ഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി ഒരു ടൈം ക്രമീകരിച്ചു വെച്ചിരിക്കുകയാണ്. And let me remind you that whichever area of your life you are crippled and you think that you cannot walk from there, God is reminding you that there is a way that God has set for you, and He will show that to ഈ you. മനുഷ്യൻ ദൈവവചനം കേൾക്കാൻ തുടങ്ങി. This man began to hear the word of വളരെ God, ശ്രദ്ധയോടെ കേൾക്കുകയാണ്. and he began to hear this കാരണം അവൻ ഒരു intently, കാര്യം മനസ്സിലായി. because one thing he ഞാൻ understood. പാർക്കുന്ന ഈ ലുസ്ത്രയിൽ ഇതുവരെയും ഞാൻ കേട്ടിട്ടില്ലാത്ത ഒരു തിരുവചന ഭാഗങ്ങളാണ് ഇവർ സംസാരിച്ചു He കൊണ്ടിരിക്കുന്നത്. understood the fact that he has never heard this in the city of Lystra. ആമേൻ. എന്നെ സ്നേഹിക്കുന്ന ഒരു യേശുവിനെ കുറിച്ച് അവർ പ്രസംഗിക്കുകയാണ്. And they are proclaiming about a Jesus who loves him. ആമേൻ. എന്നെ ആമേൻ കരുതിയ ഒരു യേശുവിനെ കുറിച്ച് അവർ പ്രസംഗിക്കുകയാണ്. And they are proclaiming about the Jesus who has taken care of ഇന്ന് him. ജീവിക്കുന്ന യേശുവിനെ കുറിച്ച് അവർ പ്രസംഗിക്കുകയാണ്. They are proclaiming about a Jesus who lives even today. ഇന്ന് പകൽ ദൈവസന്നിധിയിലിരിക്കുന്ന ദൈവമക്കളെ, ദൈവവചനത്തിന് അതിരുകളില്ല, പരിമിതികളില്ല. ആമേൻ. ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ല. കുറവുകളെ മുഴുവൻ തീർക്കുവാൻ സ്വർഗ്ഗത്തിലെ ദൈവത്തിന് കഴിയും. The word of the Lord does not have limitations. The word of the Lord does not have any boundaries, and it can move away your crippledness. നീ ആയിരിക്കുന്ന ഇടത്ത് തന്നെ ദൈവത്തിന്റെ പ്രവൃത്തി നിന്റെ ശരീരാത്മദേഹങ്ങളിൽ വെളിപ്പെട്ട് അതിന്റെ വിടുതലുകൾ അനുഭവിപ്പാൻ ഇടയായി തീരും. And wherever you are, at that point the Lord can come and touch you and give you a deliverance from the situation you are in നീ today. രാജ്യം വിട്ടുപോകോ, ഈ നാട് വിട്ടുപോയി അവൻ ഒരു വിടുതലിന് വേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യമില്ല. നീ ആയിരിക്കുന്ന ഇടത്ത് ദൈവത്തിന്റെ വചനം ഇറങ്ങി വന്ന് നിന്റെ ശരീരാത്മദേഹികളെ വിടുവിപ്പാൻ
കഴിവുള്ളതെന്ന് ഈ തിരുവചനം നമ്മെ വിളിച്ചറിയിക്കുന്നു. And you do not have to leave this country or go anywhere else. The Lord will come to you wherever you are, and He will work for you, and He will heal you through the situations you are in. ആഗ്രഹിക്കുന്ന ആത്മാക്കളെ തൃപ്തിപ്പെടുത്തുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് പകൽ ഇതിനകത്തുണ്ട്. And the Lord is there, and His presence is here, and He will fulfill our desires. ആമേൻ. അപ്പോസ്തലനായ പൗലോസിന്റെ മേൽ വ്യാപരിച്ച അതേ ദൈവശക്തിയുടെ വ്യാപാരം ഇന്ന് ഇവിടെ വ്യാപരിക്കുന്നുണ്ട്. And the power of the Holy Spirit that was there in Paul is even there to us today. ആമേൻ. പൗലോസ് ചെയ്തതുപോലെ സംഭവിച്ചതുപോലെ ഇവിടെയും അത് സംഭവിപ്പാൻ ദൈവത്തിന്റെ ആത്മസാന്നിധ്യം ഇവിടെയുണ്ട്. And what happened during the time of Paul can happen even today, and the strength of the Holy Spirit is with us today. ദൈവ പ്രവർത്തിക്ക് ആമേൻ തടസ്സമായി ഒന്നും വ്യാപരിപ്പാൻ ആമേൻ അനുവാദമില്ല. And there is nothing or no power that can oppose the work of the Holy Spirit. എന്താ അതിന് വേണ്ടത്? So what do we need for this? എന്താ അതിന് വേണ്ടത്? What do we need for this? ഒരൊറ്റ കാര്യം മതി. We just need one thing. പൗലോസ് അവനെ ഉറ്റുനോക്കുമ്പോൾ അവനിൽ കണ്ട ഒരു കാര്യം. And when Paul was looking at this man, he saw something in him. അവ ജനക്കൂട്ടത്തിന്റെ നടുവിൽ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുന്ന പൗലോസിന്റെ കണ്ണ് ഒരു മനുഷ്യനിലേക്ക് ഉറ്റുനോക്കുകയാ. കാരണം ആ പ്രസംഗത്തിന്റെ നടുവിലും അവന്റെ ഉള്ളിൽ കത്തി ജ്വലിച്ചു വരുന്ന ഒരു വിശ്വാസത്തെ പൗലോസ് കാണുകയാ. And when Paul is ministering, and when there is a great crowd in front of him, still he sees this man who is looking at him, and there is a fire that is inside him. എത്ര പ്രതികൂലങ്ങൾ ഉണ്ടായാലും, Even if there are so many trials in front of എത്ര you, ആളുകൾ നിറഞ്ഞ സാഹചര്യമാണെങ്കിലും, and even if there is a crowd in front of you, ആമേൻ, നിനക്ക് ഒരു ദോഷവും ആമേൻ ഇനി ഒരു നന്മയും ഉണ്ടാകത്തില്ല, ഈ ദോഷമായി തന്നെ ഞാൻ ജീവിക്കുമെന്ന് നീ വിചാരത്തോടെ ആയിരുന്നാലും, and even if you have a feeling that no good is going to happen to me anymore, and I'm going to continue in this manner, എന്നാൽ ഈ വചനം കേൾക്കുമ്പോൾ നിന്റെ ഉള്ളിൽ ആമേൻ ഒരു തീഷ്ണതയും വിശ്വാസം വർദ്ധിച്ചാൽ, but when you hear this word, if there is a zeal and if there is an eagerness, when you listen to this ആ word, വിശ്വാസത്തെ ഉറ്റുനോക്കിക്കൊണ്ട് സ്വർഗ്ഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി വിടുതൽ കൽപ്പിപ്പാനിടയാകും. and the Lord will see that faith in your heart, and He will give you the deliverance. ഹല്ലേലൂയ. Amen. ദൈവത്തിന്റെ വചനം പറയുന്നത് ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് ദൈവം സ്വർഗ്ഗത്തിൽ നിന്ന് And നോക്കിക്കൊണ്ടിരിക്കുകയാണ്. that is why the word of God says that the Lord is looking for a wise man who is looking for Him. Praise the Lord. Amen. Praise the Lord. Amen. ഒരൊറ്റ നിമിഷം മതി We just need a moment. ജീവിതത്തിന്റെ സാഹചര്യങ്ങളെ മാറ്റിമറിച്ച് വിടുതൽ തരാൻ. The Lord can change our circumstances in a moment and give us a deliverance. ഒരിക്കൽ പോലും ജനിച്ച അന്ന് മുതൽ ഇന്ന് വരെ നടന്നിട്ടില്ലാത്ത മനുഷ്യന്റെ ഹൃദയത്തിനകത്ത് വിശ്വാസം വർദ്ധിക്കാൻ തുടങ്ങി. And now this man who has never walked from the time he was born, now he has a faith in his heart. അവന്റെ ഉള്ളിൽ കത്താൻ തുടങ്ങി. And there was a fire in him. അതാര് കണ്ടെന്നറിയാമോ? Do you know who saw it? ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന പൗലോസ്. And it was seen by the man who was ministering. നോക്കി. And he intently looked at him. ഇന്ന് പകൽ ദൈവസന്നിധിയിലിരിക്കുന്ന ദൈവമക്കളെ, To the children of God who are present here today, അവന്റെ മുടന്തനായതുകൊണ്ട് അവനെ ഉറ്റുനോക്കിയതല്ല. it is not because he was crippled that Paul looked at him. പൗലോസ് അവൻ മുടന്തനായിരുന്നു, അവൻ എന്ന് അറിവുണ്ടായിരുന്നോ എന്ന് We നമുക്കറിയത്തില്ല. do not know if Paul knew that this man was a crippled man. പക്ഷെ ഒരു കാര്യം ഞാൻ വിളിച്ചു പറയാം. But one thing let me try to say. അവന്റെ അകത്ത് വിശ്വാസം കത്തുന്നത് പൗലോസ് കാണുകയാണ്. Paul was able to see that burning faith inside his heart. ആ കത്തി ജ്വലിക്കുന്ന വിശ്വാസത്തിൽ നിൽക്കുന്ന മനുഷ്യനെ നോക്കിക്കൊണ്ട് അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, നീ എഴുന്നേറ്റ് കാലൂന്നി നിവർന്നു നിൽക്കാം. And when he sees this man who has this faith in his heart, he tells him that you have to stand in your feet. എന്തുകൊണ്ട് അവൻ മുടന്തനായതെന്ന് നമുക്കറിയത്തില്ല. We do not know why he became a crippled man. എന്തുകൊണ്ടാണ് അവന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു പരാജയവും ക്ഷീണവും സംഭവിച്ചത് നമുക്കറിയത്തില്ല. We do not know why did he go through such a failure in അവൻ his life. മുഖാന്തരമോ അത് അവന്റെ മാതാപിതാക്കൾ ചെയ്ത പാപത്തിന്റെ പരിണത ഫലമാണോ അവൻ മുടന്തനായത് നമുക്കറിയത്തില്ല. We do not know if it's a consequence of his sin or his parents' sins. പക്ഷെ ഒരു ജീവിതകാലം മുഴുവൻ മുടന്തനായി ജീവിക്കേണ്ടവനായി തീരേണ്ട ഒരു സാഹചര്യത്തിൽ അധപ്പതിച്ചു പോയ, ആമേൻ, എല്ലാം നഷ്ടപ്പെട്ട, ആമേൻ, എല്ലാ ധൈര്യവും നഷ്ടപ്പെട്ട, ആമേൻ, ഭീരുവായി തീർന്ന, ഇനി പ്രതീക്ഷയില്ലാത്തവനായി തീർന്ന ആ മനുഷ്യനെ നോക്കിക്കൊണ്ട് ആമേൻ സ്വർഗ്ഗത്തിലെ ദൈവം പൗലോസിലൂടെ വിളിച്ചു പറയുകയാ, നീ എഴുന്നേറ്റ് നിവർന്നു നിൽക്ക.
And now we see that this man who does not have any ray of hope, to him the Lord enabled Paul to say that you have to stand up straight on your feet. ഇന്ന് പകൽ ദൈവസന്നിധിയിലിരിക്കുന്ന ദൈവമൈതലേ, To the children of God who are present here today, ഇത് പാരമ്പര്യമായി വന്ന പ്രതികൂലമാണോ, നമുക്ക് കഷ്ടതയാണോ, നമുക്ക് പ്രശ്നമല്ല. we do not know if the problems that we are facing is a generational one, and that is അത് not a അപ്പനും concern അമ്മയും for ചെയ്ത us. പാപത്തിന്റെ പരിണിത ഫലമായിട്ടുണ്ടായ ആമേൻ ജീവിതാനുഭവമാണോ, പ്രശ്നമല്ല. We do not know whether this trial is with us because of the consequences of our parents' sins. ഇതിങ്ങനെ കടന്നുപോയി അടുത്ത ജനറേഷനിലേക്ക് വ്യാപരിക്കുമെന്ന് നീ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയുന്നു, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആമേൻ അതിനെയും തകർത്ത് അതിനെ ബ്രേക്ക് ചെയ്യുവാൻ, എത്ര ട്രഡീഷൻ ആയാലും, എത്ര കാലങ്ങൾ കഴിഞ്ഞതായാലും, ഇതുവരെയും നടന്നിട്ടില്ലാത്തതായാലും, ഇതുവരെയും അനുഭവിച്ചിട്ടില്ലാത്തതുമായാലും, ആമേൻ അത് പാരമ്പര്യമായാലും, അത് മാതാപിതാക്കളിൽ നിന്ന് സ്പ്രെഡ് ചെയ്ത് വന്നതായാലും, ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയുന്നു, അതിനെ ബ്രേക്ക് ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് കഴിയോ. And let me remind you that the Holy Spirit can break these kind of situations that we are in, even if it is the consequences of our parents' sins or whatever it is. ചില വിഷയങ്ങളെ നോക്കി നമ്മൾ പറയും, ഞങ്ങളുടെ കുടുംബത്തിൽ ആർക്കും ഇങ്ങനൊന്നും സംഭവിച്ചിട്ടില്ല. We see certain things in our life and we tell that no one in our family has suffered this. ഇത് ഞങ്ങളുടെ കുടുംബത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു രോഗം ഞങ്ങൾ കാണുന്നേ. We might say that this is the first time we see such a disease in my family. ചിലപ്പോൾ നിങ്ങളെ തന്നെ നോക്കിയായിരിക്കും പറയുന്നേ. Maybe you look at yourself and say this. ചിലപ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നോക്കിയായിരിക്കും നിങ്ങൾ പറയുന്നേ. Maybe you look at your child and say this. ഇന്ന് പകൽ ദൈവാത്മാവ് വിളിച്ചു പറയട്ടെ. But the Holy Spirit is reminding you. പൗലോസ് അവനെ ഉറ്റുനോക്കിയപ്പോൾ, When Paul looked at him intently, വിശ്വാസത്താൽ കത്തിജ്വലിക്കുന്ന ആ മനുഷ്യനെ കാണുമ്പോൾ, and when he sees this man who is burning in his faith, ദൈവവചനം അവന്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ അവന്റെ പ്രതീക്ഷകൾ അവൻ ഉയർന്നു വരുന്നത് പൗലോസ് കാണുകയാണ്. and when the word of God is getting inside his mind, Paul is able to see that he is burning in his faith. പൗലോസ് കാണുകയാ അവന്റെ ജീവിതത്തിന്റെ കുറവുകൾ മാറി അവൻ ദൈവത്തെ ആത്മാവിൽ ആരാധിക്കാൻ പോകുന്നത്. And Paul is seeing that he is being away from all the situations that he is in, and he is going to worship the അവൻ Lord. കുതിച്ച് ചാടി എഴുന്നേറ്റ് ദൈവത്തെ ആരാധിക്കുന്നത് പൗലോസ് ആത്മാവിൽ കാണുകയാ. And Paul is foreseeing that he is going to stand up and worship the ഇന്ന് പല Lord. പ്രതികൂലത്തെ നോക്കി പറ, ഞാൻ ആത്മാവിൽ ചാടുമെന്ന്. And look at your troubles and say that I am going to jump in faith. നാളുകളായി നിന്നെ അലട്ടുന്ന പ്രയാസത്തെ, അത് നിന്റെ വിഷയോ നിന്റെ തലമുറയുടെ വിഷയമാകട്ടെ, ഇന്ന് പകൽ ആത്മാവിൽ വിളിച്ചു പറ, ഞാൻ അതിന്റെ നടുവിൽ എഴുന്നേറ്റ് ദൈവശക്തിയോടെ ആരാധിക്കുമെന്ന്. And whether it is your problems or your children's troubles, let us be able to say that I am going to stand in faith and be against it. കാരണം എന്നെ വിളിച്ച ദൈവം ഇവിടെയുണ്ട്. Because the God who called me is here. ഒരു സെക്കൻഡ് മതി എന്റെ കർത്താവിന് വിടുതൽ കൽപ്പിപ്പാൻ. And the Lord can give me a deliverance in a moment. ഒരു സെക്കൻഡ് മതി എന്റെ കർത്താവ് ഒന്ന് നോക്കിയാൽ ആ വിടുതൽ വ്യാപരിപ്പാൻ. And if the Lord looks at me, I will get the deliverance. നിന്റെ സാമ്പത്തിക വിഷയത്തിലാണോ ഇന്ന് പകൽ നീ വിളിച്ചു പറ, ആ മുടന്ത് ഞാൻ മാറ്റാൻ പോവുകയാ, ഞാൻ എഴുന്നേറ്റ് കുതിച്ച് ചാടി ദൈവത്തെ മഹത്വപ്പെടുത്തും. And if it is in your financial situations today, God is telling that He will let you stand up in that situation. സ്നേഹബന്ധത്തിൽ ഒരു ബ്രേക്ക് ത്രൂ ആവശ്യമാണോ ഇന്ന് പകൽ ദൈവാത്മാവിൽ എഴുന്നേറ്റ് ദൈവസന്നിധിയിൽ കുതിച്ച് ചാടി കർത്താവിനെ ആരാധിക്കോ, ആ ബ്രേക്ക് ത്രൂ ഇന്ന് പകൽ നിന്റെ ജീവിതത്തിലേക്ക് അയക്കാൻ And പോവുകയാണ്. if you have trouble in your relationship, God is reminding you that you can stand up in faith, and God is going to give Praise you a the deliverance in Lord. that area. Praise the Amen. Lord. ഞാൻ വിചാരിച്ചു ഈ ചാപ്റ്റർ വളരെ ഡ്രൈ ആയിട്ടുള്ളൊരു ചാപ്റ്റർ ആണെന്ന്. I thought that this chapter is a very dry chapter, ഞാനത് സ്കിപ്പ് ചെയ്യാൻ ആഗ്രഹിച്ചത്. and I wish to skip this chapter. ദൈവാത്മാവ് ഇങ്ങനെ പറഞ്ഞു, But the Holy Spirit reminded me. പരിശുദ്ധാത്മാവ് ചിലരെ കാണുന്നുണ്ട്. There are people who that the Holy Spirit watches. കഴിഞ്ഞ കുറെ നാളുകളായി പ്രതികൂലവും ഭാരവും ചുമന്നുകൊണ്ട് നടക്കുന്നവർ. There are certain people who are holding their trials and burdens in them. അത് മനസ്സിലും ഹൃദയത്തിലും ചിന്തകളിലും പ്രവർത്തനങ്ങളിലും വാക്കുകളിലും ആമൻ തലയിൽ കയറ്റി വെച്ചുകൊണ്ട് നടന്നുകൊണ്ട് നാളുകളായി നടക്കുന്ന ചിലരെ ദൈവാത്മാവ് കാണുകയാണ്. And the Holy Spirit is seeing certain people who are burdened by their situations, and that is being affecting their work and their words and everything that they do. സ്വർഗ്ഗം നിങ്ങളെ കാണുന്നു. The heaven sees you, ദൈവം ഒരു ബ്രേക്ക് ത്രൂ അയക്കാൻ and പോവുകയാണ്. the Lord is going to give you a breakthrough. ഇത് ഗ്രാജുവൽ ആയിട്ടുള്ള ഒരു വിടുതലല്ല. And this is not a gradual deliverance. സഡൻ ആയിട്ടുള്ള ചില വിടുതലുകൾ. It is going to be a sudden healing. ഇത് ചിലത് ആമൻ നാളുകൾ കൊണ്ടെടുത്ത് മാറാൻ പോകുന്ന ഒരു ആമൻ സൗഖ്യത്തിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. And this is not going to be a healing that you will receive over the കഴിഞ്ഞ time. ചില നാളുകളായി നിന്നെ വലിച്ചിഴച്ചുകൊണ്ട് നടക്കുന്ന ആമൻ മുടന്തിന്റെ വ്യാപാരത്തെ സ്വർഗത്തിലെ ദൈവം ഇന്ന് പകൽ നിന്റെ ജീവിതത്തിൽ നിന്ന് അഴിച്ചു മാറ്റാൻ പോവുകയാണ്. And the crippleness that is dragging you throughout these years, God is going to
remove that for you today. അത് നിന്നെയും നിന്റെ ആത്മീക ജീവിതത്തെയും നിന്റെ ബ്രെയിൻ മുതൽ അത് നിന്നെ തളർത്തിക്കൊണ്ടിരിക്കുകയാണ്. And maybe it is destroying you and your mind and your heart. നീ തളർന്നു പോകുന്ന പോലെ നീ ചിന്തിക്കാറുണ്ട്. Maybe you think that you're being weakened. എന്റെ തല മന്ദിച്ചു പോയോ എന്ന് ചിന്തിക്കാറുണ്ട്. Maybe you feel a numbness in your head. അത് ഓർക്കുമ്പോൾ അത് നിന്റെ ജീവിതത്തിൽ ഭാരം കൂട്ടിക്കൊണ്ടുവരികയാ. And when you think about it, you feel a lot of burden about പക്ഷേ ഇന്ന് it. പകൽ ദൈവാത്മാവ് വിളിച്ചു പറയുന്നു. But today the Holy Spirit is speaking to you. പൗലോസിന്റെ മേൽ വ്യാപരിച്ച അതേ ആത്മശക്തിയാൽ വിളിച്ചു പറയട്ടെ, സ്വർഗ്ഗത്തിലെ ദൈവത്തിന് ഒരു നിമിഷം മതി നിന്നെ വിടുവിപ്പാൻ. And the power that was in Paul, it reminds us that the Lord needs only a second to deliver us. ഇന്ന് പകൽ വിശ്വാസം വർദ്ധിക്കട്ടെ. And today let our faith increase. വിശ്വാസം വർദ്ധിക്കട്ടെ. Let our faith increase. വിശ്വാസം ഒന്ന് കത്തിജ്വലിക്കട്ടെ. Let our faith burn. ആ വിടുതൽ ഇന്ന് പകൽ വ്യാപരിക്കട്ടെ. And let that deliverance come upon us today. Praise the Lord. Amen. സന്തോഷിപ്പിച്ച ഒരു വാക്ക് കൂടെ ഞാൻ അവിടെ വായിച്ചിട്ട് നിർത്താം. And there is one more verse that really strengthened me, which I would like to read. പൗലോസ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു verse 10-ൽ. And in verses 10 we see what Paul നീ says. എഴുന്നേറ്റ് കാലൂന്നി നിവർന്ന് നിൽക്ക എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. And with a loud sound Paul said that stand up straight on your feet. അടുത്ത വാക്ക് ഇങ്ങനെ പറയുന്നേ. And next we see. അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു. And he leaped and walked. ഇതുവരെ നടന്നിട്ടില്ലാത്തവൻ നടക്കാൻ തുടങ്ങുമ്പോൾ അവന്റെ ജീവിതത്തിന്റെ വലിയ സന്തോഷം എത്ര വലുതായിരിക്കും അല്ലേ? And can we imagine about this man who has never walked and now he's leaping and walking, and how much of joy he would have. സകല പ്രതീക്ഷയും നഷ്ടപ്പെട്ടവൻ നടക്കാൻ തുടങ്ങി. And this man who did not have any ray of hope, now he begins to walk. എല്ലാവരും തഴഞ്ഞിട്ടവൻ നടക്കാൻ And തുടങ്ങി. this man who was rejected by everyone, he begins to walk. സ്വന്തമായി പോലും ഒന്നും ചെയ്യാൻ കഴിയാതിരുന്നവൻ അവൻ ബലത്തോടെ ചാടി എഴുന്നേറ്റ് ദൈവത്തെ മഹത്വപ്പെടുത്താൻ തുടങ്ങി. And this man who was not able to do anything on his own, now he begins to stand up straight and worship the Lord. ഒരു നിമിഷം ദൈവമുമ്പാകെ സമർപ്പിക്കുമോ? Let us humble ourselves today. എന്താ അവിടെ സംഭവിച്ചേ? What happened here? ദൈവപ്രവൃത്തി അവിടെ വെളിപ്പെടുകയാ. We see that the work of the Lord is revealed here. സ്വർഗ്ഗം അവന് വേണ്ടി ഇറങ്ങി. The heavens came down for this man. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, And in my words I would say, ഇതിനു മുമ്പ് അപ്പോസ്തലനായ പൗലോസിനും ബർന്നബാസിനും പ്രശ്നമുണ്ടായി ആ സ്ഥലത്തു നിന്ന് പുറപ്പെട്ട് ഈ ലുസ്ത്ര പട്ടണത്തിൽ എത്തിച്ചേർന്നത് ഇവന്റെ ഒരു വിടുതലിന് വേണ്ടിയായിരുന്നു. And Paul and Barnabas, they had to move from the previous place that they were in, and they had to come to Lystra for this man to be delivered. നിങ്ങൾ അതിൻ്റെ ആറാം വാക്യം ലുസ്ര, ദർബ എന്നാൽ ലുക്കവോന്യ പട്ടണങ്ങളിലേക്കും ചുറ്റുമുള്ള ദേശങ്ങളിലേക്കും അവർ പ്രതികൂലം കാരണം ഓടിപ്പോയി എന്ന് എഴുതിയിരിക്കുന്നത്. And we see that because of the opposition that they had to face, they had to go to different other cities of Lycaonia, and that is what we see in verses 6. ആമേൻ. verse 7 പറയുന്നു അവരവിടെ സുവിശേഷം അറിയിച്ചു പോന്നു എന്നാ പറയുന്നത്. And verses 7 we see that they preached the gospel there. ഇന്ന് പകൽ ദൈവസന്നിധിയിലിരിക്കുന്ന ദൈവമക്കളെ, To the children of God who are present here today. ഒരിടത്തുനിന്ന് പ്രശ്നമുണ്ടായി, പ്രതികൂലമുണ്ടായി, കഷ്ടതയുണ്ടായി, വേദനയുണ്ടായി, നിരാശപ്പെട്ട് അവിടെ കിടന്ന് അയ്യോ ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഇതാണല്ലോ ഞങ്ങൾ അനുഭവിക്കേണ്ടതെന്ന് പറഞ്ഞ് പരാതിയും പറഞ്ഞ് കഷ്ടപ്പെട്ട് കിടക്കുകയല്ല. അവിടെ പ്രശ്നമാണെങ്കിൽ അടുത്ത സിറ്റിയിലേക്ക് പോയി അവിടെ സുവിശേഷം അറിയിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ വിശ്വസിക്കുന്നു ഈ ലുസ്ത്രയിൽ വന്നത് ഈ മുടന്തനെ വിടുവിപ്പാൻ. And we see that they moved from the previous place and they come to Lystra because of the trials they faced in the other city. But now I believe that they came to this city because this man needed a deliverance. അവരോടി പോകേണ്ട സാഹചര്യം ഉണ്ടായതിന്റെ ഒരൊറ്റ റീസൺ ഈ മനുഷ്യന്റെ വിടുതലാ. And I believe that they had to flee from the other places because this man needed a deliverance. വേറെ ഒരു സംഭവം അവിടെ നടന്നതായിട്ട് പറയുന്നില്ല. There is nothing that we see that happened other than this. ഹല്ലേലൂയ. Amen. ഇനി നടന്ന സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ആളുകൾ വന്ന് പറഞ്ഞു നിങ്ങൾ ഭയങ്കര ദേവന്മാരാണ്. And we see what happens after this is that because this deliverance happens, people see them and they think that they are foreign gods. അവർ മാലയൊക്കെ ഇടാൻ വന്നു. And they were planning to put garments on them. ഇന്നത്തെ പാസ്റ്റേഴ്സ് ആയിരുന്നെങ്കിൽ പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ബാക്കി കൂടെ കൊണ്ടുപോകത്തിരിട്ടെ, ഇനി കുറെ നോട്ട് മാല അങ്ങോട്ട് ഇടാൻ പറഞ്ഞേനെ. If it was today's pastor, they would say that you can appreciate us more. Praise the Lord. Amen. ആ ദേശം മുഴുവൻ ഇളകി അവർ ഓടി വന്നിട്ട് പറഞ്ഞു യോ ഇവർ മഹാദേവന്മാരാ. And when people saw this, they say that yes, these people are foreign gods. നല്ല നെഞ്ചൊക്കെ ഒന്ന് വിരിച്ച് യെസ് ഞങ്ങൾ ദൈവം അയച്ചിട്ട് ഇവിടെ വന്ന് വലിയ അത്ഭുതമൊക്കെ ചെയ്തെന്ന് പറയാൻ ഇഷ്ടമല്ലേ? It is good to say that it is God who sent me here, and that is why we are here to do the work of God. പക്ഷെ അവർ പറഞ്ഞെന്താ അറിയാവോ? Do you know what did they say? പുരുഷന്മാരെ, Brothers,
നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞങ്ങൾ ദേവന്മാരല്ല. Men, we are not whom you think we are. നിങ്ങൾ താഴേക്ക് വായിച്ചാൽ മതി. ആ മറുപടിക്കകത്ത് 3 വ്യക്തമായ സുവിശേഷം ഉണ്ടായിരുന്നു. And when they give the response to these people, there are 3 specific answers that we see. അവരവിടെ ആ മാലയിടാൻ വന്നവരെ നോക്കി പ്രസംഗിക്കാൻ തുടങ്ങി. And they go to these people who comes to put garlands on them, and they minister to them. അവർ കഴുത്ത് താത്തു കൊടുത്ത് ഇങ്ങോട്ട് ഇട്ടോന്നല്ല പറഞ്ഞു. They did not accept those garlands. അവർ വസ്ത്രം കീറിയിട്ട് വിളിച്ചു പറഞ്ഞു, നിങ്ങൾക്കൊരു കാര്യം അറിയാവോ, ഞങ്ങൾ പ്രസംഗിക്കുന്നത് ദ ലിവിങ് ഗോഡ്, ജീവനുള്ള ദൈവത്തെയാ. And we see that they tore their robes and they told that they are preaching about the living God. ഞങ്ങൾ പ്രസംഗിക്കുന്നത് ജീവനുള്ള ദൈവത്തെ. They say that they preach about the living God. 2, അവർ പറഞ്ഞു, ഞങ്ങൾ പ്രസംഗിക്കുന്ന ദൈവം സൃഷ്ടാവായ ദൈവമാണ്. And next that they say is that the God that we are preaching about, he is the creator God. 3 അവർ വിളിച്ചു പറഞ്ഞു, ഞങ്ങളുടെ നിലനിൽപ്പും ഞങ്ങളുടെ പ്രൊവൈഡറും ഈ ദൈവം തന്നെയാണ്. And they also say that their provider and their provision is this God. ഞങ്ങളെ നിലനിർത്തിയതും ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തതും ഞങ്ങളുടെ ദൈവമാണ്. And they say that the God who sustained and provided is this God. ഇസ്രായേൽ മക്കളെ നടത്തിയ അതേ ദൈവമാണ് ഞങ്ങളെയും നടത്തിയത്. They say that the God who led and sustained the children of Israel, it's the same God that sustains us. അവസാന വാക്യങ്ങൾ ഇസ്രായേൽ മക്കളെ കണക്ട് ചെയ്ത് അവർ പറഞ്ഞു നിർത്തുന്നത്. And they conclude the preaching by connecting it to the children of Israel. ഇന്ന് പകൽ ദൈവസന്നിധിയിലിരിക്കുന്ന ദൈവമക്കളെ, The children of God who are present here today. എന്തിനാ ഈ രാജ്യത്തേക്ക് നമ്മെ കൊണ്ടുവന്നേ? Why did God bring us to this land? ദൈവത്തിന് ഒരു ഉത്തരവാദിത്വമുണ്ട്. Because the Lord has a responsibility. ദൈവത്തിന് വലിയൊരു പരിപാടി നമ്മളെ കുറിച്ചുണ്ട്. The Lord has a great plan for us. നമ്മൾ വിചാരിക്കും നമ്മൾ പ്രസംഗിക്കുന്നതും നമ്മൾ ശുശ്രൂഷിക്കുന്നതും നമ്മൾ പറയുന്നതും ഒക്കെ നിരസിക്കുന്ന ഒരു ജനമാണ് നമ്മുടെ ഇടയിൽ. We might think that what we preach and what we speak might be rejected by people around us. ആയിക്കോട്ടെ. Let that be so. പക്ഷെ ഒരു അത്ഭുതം മതി ആ ദേശം വിടുവിക്കപ്പെടാൻ. But this one miracle is enough for even that group of people to be delivered. ഇപ്പോൾ നിങ്ങൾ യാദൃശ്ചികമായി ഈ പട്ടണത്തിൽ വന്നതാകും. Maybe you came to this land by accident. നിങ്ങൾ മറ്റേതോ ഒരു പട്ടണത്തിലായിരിക്കാം. Maybe you've been in a different land. വേറൊരു സിറ്റിയിലായിരിക്കാം. Maybe you were in a different city. പക്ഷെ ദൈവം ഇവിടേക്ക് പറിച്ചു കൊണ്ടുവന്നെങ്കിൽ, But if God brought you to this land, ദൈവം ഇവിടേക്ക് ഓടിച്ചു കൊണ്ടുവന്നെങ്കിൽ, if the Lord brought you to this land, അങ്ങനെയുള്ള എത്ര പേര് ഇതിനകത്തുണ്ട്? how many of you are there in that category? നേരത്തെ മറ്റൊരു സിറ്റിയിലായിരുന്നു. You were in a different city before. കാൽഗറിയിലല്ലായിരുന്നു. You were not in Calgary. അങ്ങനെ അല്ലാത്തൊരു എത്ര പേരുണ്ട്? ഞാൻ ഈ കാനഡയിൽ വന്നവരുടെ കാര്യം പറഞ്ഞു, ഇന്ത്യയിൽ നിന്ന് വന്നവരോടല്ല. കാനഡയിൽ വന്നു, ഞാൻ വേറൊരു സ്ഥലത്തായിരുന്നു, എന്നെ ഇവിടെ കൊണ്ടുവന്നു. ഒന്ന് കൈ ഉയർത്തിക്കുക, ഒന്ന് കാണട്ടെ. I want to see the hands of people who were not in Calgary before, in a different city. കാനഡയുടെ വിവിധ സിറ്റികളിലായിരുന്നു നമ്മൾ. We were in different cities in Canada. പക്ഷേ കാൽഗറിയിലേക്ക് ദൈവം പറിച്ചു കൊണ്ടുവന്നെങ്കിൽ, But the Lord brought us and rooted us in Calgary. ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. If that happened, the Lord has a plan. അതിനെ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകും. We have to surrender ourselves for that plan. ഒരു സെക്കൻഡ്, ഒരു വിടുതൽ, ഒരു അത്ഭുതം മതി ദൈവത്തിന് നമ്മെ ഉപയോഗിക്കാൻ. And just that 1 second and 1 miracle is enough for God to use us. അതിലൂടെ എല്ലാം ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ. And through all of it, may the name of the Lord be glorified. ഒരു നിമിഷം ദൈവം ഭാഗെ സമർപ്പിക്കുമോ? Let us humble ourselves before the Lord. ജീസസ്. ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എന്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. ക്രൂശിൽ മരിച്ചോരു കാൽവരി മലയിൽ ക്രൂശിൽ മരിച്ചോരു രക്ഷകനു സ്തോത്രം ഇന്നും എന്നേക്കും. എന്റെ രക്ഷകനു സ്തോത്രം ഇന്നും എന്നേക്കും. ആത്മശക്തിയാലൻ ഉള്ളം നിറച്ചോരു, ആത്മശക്തിയാലൻ ഉള്ളം നിറച്ചോരു ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എന്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും.
രോഗശയ്യയിലെ കൂടെയിരിക്കുന്ന രോഗശയ്യയിലെ കൂടെയിരിക്കുന്ന ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എന്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. ക്ഷാമകാലത്തെന്നെ ക്ഷേമമായി പോറ്റുന്ന ക്ഷാമകാലത്തെന്നെ ക്ഷേമമായി പോറ്റുന്ന ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എന്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. ഓരോ നാളും എന്റെ ഭാരം ചുമക്കുന്ന ഓരോ നാളും എന്റെ ഭാരം ചുമക്കുന്ന ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എന്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. ശത്രുക്കൾ മുൻപാകെ വേശ്യയൊരുക്കുന്ന ശത്രുക്കൾ മുൻപാകെ വേശ്യയൊരുക്കുന്ന ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എന്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്ന കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്ന ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എന്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്ന കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്ന ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എന്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. തെറ്റതല്ലേ കാലുറ്റു സ്നേഹിക്കുന്ന തെറ്റതല്ലേ കാലുറ്റു സ്നേഹിക്കുന്ന ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എന്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. രോഗശയ്യയിലെ കൂടെയിരിക്കുന്ന രോഗശയ്യയിലെ കൂടെയിരിക്കുന്ന ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എന്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. ആത്മശക്തിയാലെ ഉള്ളം നിറച്ചോരു ആത്മശക്തിയാലെ ഉള്ളം നിറച്ചോരു ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എന്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. ആത്മശക്തിയാലെ ഉള്ളം നിറച്ചോരു ആത്മശക്തിയാലെ ഉള്ളം നിറച്ചോരു ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എന്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. ഓരോ നാളും എന്റെ ഭാരം ചുമക്കുന്ന ഓരോ നാളും എന്റെ ഭാരം
Hallelujah, hallelujah, hallelujah.